Good morning. Good morning, ma'am. Good morning. Morning. Ma'am. ആർക്കാണ് സൈൻ ഔട്ട് ചെയ്യാൻ ഇഷ്ടം എത്ര സൈൻ ഔട്ട് ചെയ്യാൻ എന്തിനാ എളുപ്പമോ ആണോ രേഷ്മ എന്തോ സൈൻ ഔട്ട് ചെയ്യാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞില്ല മാം, ഞാൻ തോട്ട് പറയാനാ പറഞ്ഞേ. ഓക്കെ ഗുഡ് മോർണിംഗ് ടോൾ പ്രെയർ. ഓക്കെ മാം. ഈശ്വര കൈകൂപ്പി നിൽപ്പൂമി നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയായി സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂവിനായി ജീവൻ ത്യജിച്ചോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകുപ്പി നിൽഭൂമി നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ ഭൂവിൽ കാരണമായുള്ള തമ്പുരാനേ. താങ്ക് യു മാം. തോട്ട് ഞാൻ പറയാം. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ മൈ ഫ്രണ്ട്സ്. സ്റ്റോപ്പ് ഡ്രീമിംഗ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. ആദ്യത്തെ ചുവടുവയ്പ് എപ്പോഴും പ്രയാസകരമായിരിക്കും, പക്ഷേ അത് അനിവാര്യമാണ്. താങ്ക് യു മാം. ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ആതിര മിസ്സിനെ ക്ഷണിച്ചുള്ളൂ. ഇതാണോ സൈനി? നല്ല ഇടിയുള്ളൂ. സൈനിന് എന്തെങ്കിലും പറഞ്ഞോ? വേറെ എന്തെങ്കിലും പറയണോ? ഞാൻ പറയാം. ഇപ്പൊ കിട്ടിയ ഒരു ഇതാണ്, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും. നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സന്തോഷത്തെ കുറിച്ച് നിങ്ങൾ നന്നായി ചിന്തിക്കണം. നമ്മൾ സന്തോഷം ആണെന്ന്, നമുക്ക് സന്തോഷമാണ്, നമ്മൾ ഹാപ്പി ആണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സന്തോഷമാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഫേസ് ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആയിട്ട് ചിരിക്കുന്ന ഒരു ചെറിയ സ്മൈല് നമ്മുടെ മുഖത്ത് കാണും. ഹാപ്പി അല്ലെങ്കിൽ നമ്മുടെ മുഖം ഡൗൺ ആയിരിക്കും. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഹാപ്പി ആണോ അല്ലെങ്കിൽ. അപ്പോൾ ഹാപ്പി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഒന്ന് ചെറിയൊരു പുഞ്ചിരി എപ്പോഴും നമ്മുടെ മുഖത്ത് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു. വെൽക്കം ഓൾ ഓഫ് ദ ക്ലാസ്. സൈനികർക്ക് എല്ലാവരും റെഡി ആവുന്ന കേട്ടോ. എത്ര പ്രാവശ്യം പറയണം കേട്ടാ. എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? സുഖാണ് മാം. നമുക്ക് ഇന്നൊരു ഡിബേറ്റ് ചെയ്താലോ? ഡിബേറ്റ് ചെയ്തിട്ടുണ്ടോ ക്ലാസ്സില്? ഇല്ല, ചെയ്തിട്ടില്ല. ഓക്കെ. ഒരു കാരണവശാലും ഡിബേറ്റ് നടത്തുമ്പോൾ നമുക്കറിയാലോ, ഒരാൾ എഗ്രി ചെയ്യുന്നവരുണ്ടാവും, ഡിസഗ്രി ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ തമ്മിലൊരു വഴക്കുണ്ടാവും കേട്ടോ. പറയുന്ന കാര്യങ്ങള് അത് ഡിബേറ്റ് ആണെന്നുള്ള രീതിയിൽ ഉൾക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഓരോന്ന് പറയുന്നത് കേട്ടോ. ചിലർ ചിലപ്പോ ആ ഒരു അഭിപ്രായത്തോട് അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും. എന്താണെങ്കിൽ പോലും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഒരു MT6 ഇതേപോലെ നടത്തിയപ്പോ ഭയങ്കര പ്രശ്നമായി പോയതാ. ക്ലാസ് നല്ല തല്ല് പിടുത്തമായി. ഒരു കണക്കിനാണ് ഞാനത് തീർത്തത്. അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. നമ്മള് ടീച്ചർ സ്റ്റുഡൻസ് ആണ്, അതേപോലെ തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഇത്, എല്ലാവരും കാണുന്നതാണ് എന്നൊക്കെ ഓർമ്മ വേണം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? യെസ്. ടോപ്പിക് ഇതാണ്, കുട്ടികളിൽ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നത് കുട്ടികൾക്ക് വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണോ? When discipline starts from school or home.
സ്കൂൾ ഹോം. കഴിഞ്ഞല്ലോ, കഴിഞ്ഞു ഡിബേറ്റ് കഴിഞ്ഞു, ഉത്തരവും തന്നു. ഇതാണോ ഡിബേറ്റ്? ഒരാളതിന് വാദിക്കണം. അല്ലെന്നാണെങ്കിൽ അല്ല, സ്കൂളാണെങ്കിൽ സ്കൂള്, വീടാണെങ്കിൽ വീട്. നിങ്ങൾക്ക് പറയാലോ, നിങ്ങളുടെ കുട്ടികളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, പറയാം. ആരാണ് ആദ്യം പറയുന്നത്? സ്കൂൾ മിസ്സേ, വീട്ടിൽ നിന്ന് കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായമാണ്. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഇതെല്ലാം പഠിക്കുന്നത്. ആരും ഒതുക്കിയത് അത്യാവശ്യം നിങ്ങളുടേതായ രീതിയിൽ പറയാം. അല്ല മിസ്സേ, തീർച്ചയായും വീട്ടിൽ നിന്നാണ് ഡിസിപ്ലിൻ വേണ്ടത്. സ്കൂൾ വീട്ടിൽ നിന്ന് കിട്ടിയാലാണ് പിന്നീട് നമുക്ക് സ്കൂളിൽ പറഞ്ഞത്. അല്ല, നമ്മള് വീട്ടില് ആദ്യം നമ്മളെ കണ്ടിട്ടാണ് പിള്ളേര് വളരുന്നത്. ഒരു 3-4 വയസ്സാണ് സമയത്താണ് അവര് സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത്. അതിന് മുന്നേ നമ്മളെ കണ്ടിട്ടാണ് അവര് വളർന്നത്. അപ്പൊ അവര് നമ്മുടെ ചെറിയ കുട്ടികളുടെ പ്രത്യേകത അറിയാലോ. നമ്മൾ എന്ത് ചെയ്യണോ അതുപോലെ അവര് അനുകരിക്കുന്ന മക്കളാണ്. അപ്പൊ നമ്മുടെ വീട്ടില് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മക്കളെ അതുപോലെ തന്നെ വളരുള്ളൂ. പിന്നീടാണ് സ്കൂളിൽ നിന്ന് അവര് കിട്ടുക. സ്കൂളിലേക്ക് വരുമ്പോഴേക്കും അവര് കുറച്ചും കൂടി ഒരു പക്വത വരുമ്പോഴാണ് അവർക്ക് അതിനെ കുറിച്ച് മനസ്സിലാവാൻ തുടങ്ങുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഡിസിപ്ലിൻ വേണ്ടത്. അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഈ അഭിപ്രായത്തോട് ആരൊക്കെ യോജിക്കുന്നുണ്ട്? ഞാൻ യോജിക്കുന്നു. യോജിക്കുന്നുണ്ടെന്ന് പറയണ്ട, പറയങ്ങട് അഭിപ്രായം പറയാം. എന്റെ അഭിപ്രായത്തിൽ വീട്ടിൽ നിന്നാണ് കുട്ടികള് ഡിസിപ്ലിൻ പഠിക്കുന്നത്. കാരണം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ള ഒരു പ്രോവർബ് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മള് ചെറുപ്പത്തില് എന്താണ് നമ്മള് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്, അത് വീട്ടിൽ നിന്നാണ്. ഇപ്പൊ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾ വീട്ടിലാണല്ലോ വളരുന്നത്. അപ്പൊ വീട്ടിൽ പഠിക്കുന്ന ആ ചെറു പ്രായത്തിൽ പഠിക്കുന്ന ഡിസിപ്ലിൻ ആയിരിക്കും അവർ സ്കൂളിലും പ്രാവർത്തികമാക്കുന്നത്. എന്ന് വെച്ചാല് സ്കൂളിൽ നിന്ന് ഡിസിപ്ലിൻ പഠിക്കില്ല എന്നല്ല, പക്ഷെ കുട്ടികളില് വളരെ ചെറുപ്പത്തിൽ പഠിക്കുന്ന ഡിസിപ്ലിൻ നമ്മൾ പാരന്റ്സ് ആയിരിക്കും ആ ഡിസിപ്ലിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന ടോയ്ലറ്റ് ട്രെയിനിങ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ. പിന്നെ ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്, പിന്നെ അവരുടെ പോസ്ചർ, അവര് നടക്കുന്നത്, പിന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ടോയ്സ് കളിക്കുവാണെങ്കിൽ അത് എടുത്തു വെക്കുന്ന, നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ പാരന്റ്സ് എങ്ങനെയാണ് കുട്ടികളെ ചെറുതിലെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്, അതായിരിക്കും അവർ സ്കൂളിലും ചെയ്യുന്നത്. പിന്നെ സ്കൂളിൽ ഡിസിപ്ലിൻ പഠിക്കില്ല എന്നല്ല, ഇപ്പൊ 4 വയസ്സിന് ശേഷം അവർ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്നും അവർ ഡിസിപ്ലിൻ പഠിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അത് പാരന്റ്സ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇതിനുള്ള ആരെങ്കിലും അഗെയിൻസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോ ഒന്നും പഠിപ്പിക്കാത്ത കുട്ടികൾ, അതായത് ഡിസിപ്ലിൻ ഒന്നും വീട്ടിൽ നിന്ന് ഇപ്പൊ പഠിപ്പിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പൊ എങ്ങനെയായാലും സ്കൂൾ പോയിട്ടല്ലേ കുട്ടികൾ ഇപ്പൊ ഓരോ ദിവസം വന്നു വരുമ്പോൾ പറയും ചുമരുമല് വരരുത്. അതിനു മുന്നേ വീട്ടിൽ ചുമരുമല് വരഞ്ഞിടുന്ന കുട്ടിയായിരിക്കും. സ്കൂൾ പോയിട്ട് വന്നിട്ട് പറയും ചുമരുമല് വരഞ്ഞിടാൻ പാടില്ല. അത് കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നു. പിന്നെ ഫുഡ് മാനേഴ്സ്, ഭക്ഷണം കഴിക്കുമ്പോൾ താഴെയൊന്നും ആക്കാൻ പാടില്ല, ഡ്രസ്സിലാക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് പഠിപ്പിക്കാത്ത കാര്യമാണ്, ഇതെല്ലാം സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നത്. അവരിപ്പോ ചിലപ്പോ വന്നിട്ട് പറയും, മിസ് പറഞ്ഞു ഇങ്ങനെ നല്ല വൃത്തിയിൽ ഭക്ഷണം കഴിക്കണം, ഡ്രസ്സിലാക്കരുത്, വെള്ളം കുടിക്കുമ്പോൾ മേത്ത് മറിക്കരുത്, ടോയ്സ് കളിച്ചു കഴിഞ്ഞാൽ എടുത്തു വെക്കണോ. അതെല്ലാം സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന കുട്ടികളും ഉണ്ട്. എന്നെ സംബന്ധിച്ചിട്ടാണ് മിസ്സേ ഞാൻ പറയുന്നത്. ഇതെല്ലാം എനിക്ക് അനുഭവം. എന്റെ മോൻ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. റീജു പറയുന്നത് സ്കൂളാണ് ഡിസിപ്ലിൻ ഉള്ള ഏറ്റവും നല്ല പ്ലേസ് എന്നാണ് റീജു പറയുന്നത്, അല്ലെ? ഞാൻ യോജിക്കുന്നു. റീജു പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു മിസ്സേ. ഇപ്പൊ ഒരു വീട്ടില് അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള വീടുകളിലാണ് മക്കളെ കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഡിസിപ്ലിനും മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുട്ടികൾ സ്കൂളിൽ നിന്നായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല കുട്ടികൾ വീട്ടില് ചെലവഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലായിരിക്കും. സ്കൂളിൽ അവരെ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ചയുടെ കൂടുതൽ സമയവും കുട്ടികൾ ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. അവധിയുള്ള ദിവസങ്ങളിലും കുട്ടികൾ ട്യൂഷൻ അങ്ങനെ ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരിക്കും. കുട്ടികളുടെ പഠന സമയങ്ങളിൽ കുട്ടികൾ മിക്കപ്പോഴും വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പൊ കൂടുതലും പഠന കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് ആയിരിക്കും അവരെ ഡിസിപ്ലിൻ പഠിക്കുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
നിങ്ങളെന്ന് പറഞ്ഞു, ഞാൻ പറയുന്നില്ല. പറയൂ. ഓക്കെ, ഞാൻ പറയാം. ഡിസിപ്ലിന്റെ അടിത്തറ നമ്മളെ വീട്ടിൽ പാരന്റ്സിന്റെ അടുത്ത് നിന്നാണ് മക്കളുടെ ആ ട്രെയിൻ സ്റ്റേജ് വരുന്നത്. പക്ഷെങ്കില് മക്കളില് ഈ ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്, അങ്ങനെയല്ല കണ്ടിന്യൂ ആയിട്ട് വരുന്നത് സ്കൂളിലൊക്കെ പോയാല് അവിടുന്ന് കിട്ടുന്ന ഡിസിപ്ലിനും അടങ്ങിയിരുത്തം. എന്റെ മോനെ സംബന്ധിച്ചിടത്തോളം, എന്റെ മോൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ അടങ്ങി നിൽക്കൂല. പഠിക്കാൻ ഞാൻ പറഞ്ഞാൽ തന്നെ അവൻ അടങ്ങിയിരിക്കൂല, പഠിച്ചു കളിക്കുക. പക്ഷെങ്കിൽ സ്കൂളിൽ നിന്ന് ഈ ഒരു ഡിസിപ്ലിനില് അവിടെ അടങ്ങിയിരിക്കും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്കൂളിൽ നിന്നാണ്. പക്ഷെ എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അനുസരിക്കണം എന്നില്ലല്ലോ അല്ലേ മിസ്സേ? പിന്നെ പക്ഷേ സ്കൂളിലാകുമ്പോൾ ആ ടീച്ചേഴ്സിന്റെ ആ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക റെസ്പെക്ട് ഉണ്ടാവും, പേടി ഉണ്ടാവും. അതിലൂടെ അവർ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, സ്നേഹം ഉണ്ടാവും. പക്ഷെ വീട്ടിൽ നിന്ന് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡിസിപ്ലിൻ പഠിക്കൂല. എത്ര പ്രാവശ്യം പറയുന്നു പിന്നെ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം, അതെല്ലാം സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതെപ്പോഴും അതുപോലെ ചെയ്യും. പക്ഷെ നമ്മൾ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാലും അവരത് എടുക്കൂലല്ലോ. അങ്ങനെയാണെങ്കിൽ വീട്ടില് ഡിസിപ്ലിൻ പഠിക്കില്ല എന്നാണോ? ഇപ്പൊ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾ ഡിസിപ്ലിൻ ഇല്ല, പഠിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്നാണ്. പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സ്കൂൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ മുൻപേ വീട്ടിൽ നിന്ന് എപ്പോഴും പറഞ്ഞ് അവരെ പറയലുണ്ട്. പക്ഷെ അവരത് എടുക്കലില്ല. അവരെ മൈൻഡിൽ അത് നമ്മള് ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടല്ലോ. അമ്മമാരെ ഇത്രയല്ലേ ഉണ്ടാവൂ ഒരു സ്നേഹത്തിന്റെ പേരില്. പക്ഷേ ഈ സ്നേഹത്തോടെയുള്ള ശകാരിക്കലോ എന്നുള്ള പ്രത്യേകത ടീച്ചേഴ്സിനാ പറ്റുള്ളൂ. സ്നേഹത്തോടുള്ള സഹകരണം എപ്പോഴും നിലയ്ക്കും. അതൊരു അഭിപ്രായം ഉള്ള ആളാണ് ഞാന്. നമ്മളിപ്പോ എപ്പോഴും ഭീഷണിപ്പെടുത്തി കഴിഞ്ഞതിന് വെച്ചാൽ ആ ഒരു ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ മാത്രമേ അവരത് നിൽക്കുള്ളൂ. പക്ഷെ സ്നേഹത്തോടെ നമ്മൾ എന്ത് ചെയ്താലും അത് പിന്നീട് അവരത് ഓർത്തിട്ട് അതിലേക്ക് മാറാം, നല്ല രീതിക്ക് മാറി വരാം. പിന്നെ വീട്ടിൽ നിന്ന് മാത്രമാണ് അടിത്തറ, അല്ല വീട്ടിൽ നിന്ന് മാത്രം ഡിസിപ്ലിൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്നും കാലക്രമേണ അവർക്കൊരു പക്വത എത്തുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. എല്ലാ മക്കളും, എല്ലാവരും. ഇപ്പൊ നമ്മളടക്കം അങ്ങനെയാണ് വന്നത്. നമ്മൾ വീട്ടിലൊരു ചിട്ടയിൽ വളർന്നു വന്നു. പക്ഷെ ആ ചിട്ട നമ്മൾ മരണം വരെയും അതുപോലെ കൊണ്ടുപോകും കേട്ടോ. അത് എപ്പോഴും നമ്മളത് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ മക്കളെ നീക്കണ സമയത്ത് ഭൂമി തൊട്ട് വന്നിച്ചിട്ട് നീക്കണം എന്നും പറയണം. അത് ഇന്നും അവർ ചെയ്തു വരുന്നുണ്ട്. 6 മണിയാകുമ്പോൾ നാമം ജപിച്ചു കൊടുക്കും. അത് ഞാൻ പറയാണ്ടേ അവർ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യണ കാര്യങ്ങളല്ലേ. അതേപോലെ അവരവര് കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കണം. അവരവർ സ്വയം കഴിച്ചത് അവരവരെന്നെ കഴുകുക. അതൊക്കെ ഇന്നും ചെയ്തു വന്നു, അത് അവർ മറക്കില്ല. അപ്പൊ സ്റ്റാർട്ടിങ് എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. അവരവരുടെ ഫാമിലിയിൽ തന്നെയാണ് സ്റ്റാർട്ടിങ് ചെയ്യുക. പിന്നെ ഒരു കാലയളവ് എത്തുന്ന സമയത്ത് ഒരു ഓട്ടോമാറ്റിക് അതിപ്പോ എല്ലാവരും ചേഞ്ച് ആവും. സ്കൂളാകുമ്പോൾ അവർക്ക് പക്വത വരുമ്പോൾ അവർക്ക് നല്ലതും തെറ്റും ശരിയൊക്കെ അവര് അറിഞ്ഞ് മാറിപ്പോവാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഷെയ്മ പറഞ്ഞ എല്ലാ പാരന്റ്സും ഷെയ്മനെ പോലെ ആയിരിക്കണം എന്നില്ല. കൂടുതൽ പാരന്റ്സ് ചിലർ മക്കളെ വിട്ടാളെ തീരെ ശ്രദ്ധിക്കാണ്ട് വിടുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ മക്കൾക്കൊക്കെ സ്കൂളാണ് ഡിസിപ്ലിന് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഉണ്ടാവാം, എല്ലാ പേരന്റ്സും ശ്രദ്ധിക്കേണ്ട. നേരെ തിരിച്ചു ആയിക്കോടെ. സ്കൂളിലും എല്ലാ ടീച്ചേഴ്സും ശ്രദ്ധിക്കണം എന്നുണ്ടോ? എത്രയോ പരാതികൾ വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെങ്കിൽ ഇപ്പോ എത്രയോ പിള്ളേര് മയക്കുമരുന്ന് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പോകുന്നുണ്ടല്ലോ. അതിപ്പോ സ്കൂളും പോയിക്കൊണ്ട് വീട്ടിൽ നിന്ന് തന്നെയാണെന്നുണ്ടോ? അത് അല്ല, സത്യം. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടത് രണ്ടിലും മിസ്റ്റേക്ക് ഉണ്ട്. രണ്ടവിടുന്നും മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അടിത്തറ എന്തായാലും നമ്മുടെ ഫാമിലി പാരന്റ്സ് തന്നെയാണ്. അത് സത്യമായ കാര്യം. എങ്ങനെയായാലും വീട്ടുകാരും ശ്രദ്ധ കുറവുണ്ട്. അതിന് ടീച്ചേഴ്സിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ട എന്തായാലും വീട്ടിൽ തന്നെ പഠിപ്പിക്കണം. പറഞ്ഞോട്ടെ. വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടത് എന്തായാലും വീട്ടിൽ തന്നെ പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാണ് അതെ സ്കൂൾ. അതെ. വീട്ടിൽ നിന്ന് ബേസിക് പ്രിൻസിപ്പിൾ ഇപ്പൊ രണ്ടു നേരം പഠിപ്പിക്കേണ്ടതും മറ്റു കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കൂലല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടത് ഒരു കാര്യം, ചില മാനേഴ്സും കാര്യങ്ങളൊക്കെ കുട്ടികളെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം. അത് സ്കൂളിന്റേതായ രീതിയിൽ അവര് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ ചെറുതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അവര് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കുട്ടികൾ അതെല്ലാം പിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്യലുള്ളൂ. പക്ഷേ സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാല് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഒരു പ്രാവശ്യം പഠിപ്പിച്ച് ക്യാച്ച് ചെയ്യുന്ന കുട്ടികളെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ അത് മൈൻഡിൽ ഫീഡ് ചെയ്തിട്ട് അവരത് പ്രവർത്തിക്കലുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ ആയ ഒരു കാര്യം പറയട്ടെ. അത് റിജു പറഞ്ഞത് ശരിയാണ്. കാരണം ചില പിള്ളേർക്ക് ടീച്ചേഴ്സിനോട് ഒരു എഫക്റ്റ് ഉണ്ടാവും. അതായത് ആ ടീച്ചേഴ്സിനോട് ഒരു ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. അപ്പൊ ആ ടീച്ചർ പറഞ്ഞത് ആ പിള്ളേർ അതേപോലെ പാലിക്കുന്നവരുണ്ട് കേട്ടോ. അത് റിജു പറഞ്ഞത് കറക്റ്റാ.
ബേസിക് ബേസിക്സ് പ്രിൻസിപ്പിൾ വീട്ടിൽ ആയില്ലേ? നിന്നാ കിട്ടുന്നതെന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എത്രയോ വീട്ടുകാര് കുഞ്ഞുങ്ങളെ 2 വയസ്സാകുമ്പോ തൊട്ട് പ്ലേ സ്കൂളിലും അങ്ങനെ ഓരോരുത്തടത്തും വിടുന്നത് നമ്മൾ കാണുന്നതാ. അപ്പൊ ആ സ്കൂളിൽ കിട്ടുന്ന ഒരു അറിവ് മാത്രമേ ആ 2 വയസ്സുള്ള കുഞ്ഞിന് അല്ലെങ്കിൽ 2 വയസ്സ് പ്രായമുള്ള ആ കുട്ടിക്ക് കിട്ടുന്നുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് ബേസിക് സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നതെന്നാണ്. ഇപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ ആയ 2 നേരം ബ്രഷ് ചെയ്യണം, അല്ല 2 നേരം കുളിക്കണം. പിന്നെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തില് പാരന്റ്സിന് കുട്ടികളെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള ചിലപ്പോൾ വീട്ടിലെ ചെറിയ കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മ മക്കൾ മാത്രം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ അതുപോലെ 2 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ പ്ലേ സ്കൂളിലോ അവിടെ ഇവിടെയൊക്കെ ചേർക്കുക. അപ്പൊ കൂടുതലും ടീച്ചർമാരുടെ ആ ഒരു അവരുടെ ആ ഒരു ക്യാരക്ടർ, കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ക്യാരക്ടർ, സ്വഭാവം, ഇതൊക്കെ കുട്ടികളിൽ വളരെയധികം എന്തോന്ന് സ്വാധീനം ചെലുത്തും. അവരുടെ ആ ഒരു എന്തിനാണ് സമൂഹത്തിൽ ഇടപെടാനുള്ള അവർക്കുള്ള ആ ഒരു സമൂഹത്തിൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഇടപെടണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കുട്ടികൾ വീട്ടിൽ നിന്നുമുണ്ട്. പക്ഷെ കൂടുതലും കുട്ടികൾ മനസ്സിലാക്കുന്നത് സ്കൂളിൽ നിന്നതായിരിക്കും. കാരണം കൂടുതൽ സമയം അവർ സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ടീച്ചർമാരുടെ ഒപ്പം കുട്ടികളുടെ ഒപ്പമാണ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഡിസിപ്ലിൻ നടപ്പിലാവുന്നത് വീട്ടിലാണല്ലോ. മീൻസ് ഇപ്പൊ അല്ല, 2 നേരം ബ്രഷ് ചെയ്യണം. തന്നെയാണ്. നമ്മൾ 2 കുട്ടികൾ മിഠായി കഴിക്കുമ്പോൾ നമ്മൾ പറയും ഇതാ രാത്രി ബ്രഷ് ചെയ്തിട്ടാണേ ഉറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പല്ലിന് കേട് വരും. പക്ഷേ അവരത് ചില സമയം കേൾക്കും, ചില സമയം കുട്ടികളെ സ്വഭാവം അങ്ങനെയാണല്ലോ. ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കും, ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കൂല. പക്ഷേ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് 2 നേരം ബ്രഷ് ചെയ്യണം നമ്മള്, പിന്നെ ദിവസവും കുളിക്കണം. അതെല്ലാം സ്കൂളിൽ നിന്ന് പഠിക്കുമ്പോൾ കുട്ടികൾ അതുപോലെ ടീച്ചർ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്യണം. അപ്പൊ ആ ഡിസിപ്ലിൻ അതുപോലെ മാനേജ് ചെയ്തിട്ട് പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള 2 നേരം ബ്രഷ് ചെയ്യണം, 2 നേരം എന്ന് വെച്ചാൽ നമ്മള് എല്ലാ ദിവസവും കുളിക്കണം, 2 നേരം ബ്രഷ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും അത് വീട്ടിലാണ് അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നത്. നമ്മൾ തിയറി ആയിട്ട് ഇപ്പോഴും കുട്ടികൾ 2 നേരം ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് അറിയാം, തിയറി അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷെ ആര് അത് ചെയ്യുന്നുണ്ട്? രാത്രിയിൽ നമ്മൾ പാരന്റ്സ് അത് ഇൻസിസ്റ്റ് ചെയ്താൽ മാത്രമേ ആ കുട്ടി 2 നേരം ബ്രഷ് ചെയ്യുന്നുണ്ടോ, കുട്ടികൾ കുളിക്കുന്നുണ്ടോ, നല്ല ഡ്രസ്സ് ധരിക്കുന്നുണ്ടോ, വീട്ടിൽ കളിക്കാൻ പോയ തിരിച്ചു വരുമ്പോൾ കാല് കഴുകിയിട്ടാണോ അകത്ത് കയറുന്നത്, കാല് കഴുകിയിട്ടാണോ ബെഡിൽ കിടക്കുന്നത്, മീൻസ് അങ്ങനത്തെയുള്ള ചെറിയ ബേസിക് കാര്യങ്ങൾ അത് പാരന്റ്സ് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതും. പാരന്റ്സ് പഠിപ്പിക്കുന്നില്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, മുതിർന്ന ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ വീട്ടില് പാരന്റ്സിന്റെ ഗൈഡൻസ് ഉണ്ടായാലും കുട്ടികൾ ഡിസിപ്ലിൻ പഠിക്കത്തുള്ളൂ. കുട്ടികൾ സ്കൂളിൽ ഡിസിപ്ലിൻ പഠിച്ചാലും അത് കുട്ടികൾ ഡിസിപ്ലിൻ ആയിട്ട് വളരുന്നുണ്ടോയെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അത് പാരന്റ്സിന്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഗൈഡൻസിൽ എന്ന് വെച്ചാൽ അവര് അത് നടക്കുന്നുണ്ടോയെന്ന് ഓർപ്പിച്ചാൽ മാത്രമേ ആ കുട്ടി ഡിസിപ്ലിൻ ആയിട്ട് വളരുന്നുണ്ടോയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മള് ഗൈഡൻസ് ഇപ്പൊ ഒരു ക്ലാസ്സിലെ 60 പിള്ളേരുണ്ട്. ഈ 60 പിള്ളേരിനെ സ്വന്തം മക്കൾ കാണുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ ടീച്ചേഴ്സിനെ കുറ്റം പറയല്ല. പക്ഷെ ഈ 60 പിള്ളേരിനെ ആ ഒരു ടീച്ചറിനെ ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് അവരവരുടെ പേരൻസിനെ പറ്റുള്ളൂ. അപ്പൊ ആ പേരൻസിന് ഒരു മുൻഗണന എന്തായാലും ഉണ്ട്. പേരൻസിന് തന്നെയാണ് അധികം വരിക. 60 പിള്ളേരുള്ളതിന് 60 പിള്ളേര് നമുക്കിപ്പോ 10 പേരിലുണ്ട്, 10 പേരിലും 10 സൈസാണ് പറയണ പോലെ നമ്മൾ എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരവരുടെ വീട്ടുകാര് പേരൻസ് ശ്രമിച്ചാൽ എല്ലാ മക്കളെയും അങ്ങനെ ആക്കാം ഡിസിപ്ലിനോടെ. ഒരു ഏജ് കഴിഞ്ഞാൽ സ്വന്തം ഡ്രസ്സ് കഴുകി വഴിതെറ്റി പോകുന്ന എത്ര കുട്ടികളുണ്ട് എന്നറിയാവോ? അത് അവിടെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഡിസിപ്ലിൻ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നത്. ഒരു ഏജ് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാല് പ്രയോജനപ്പെടുന്നില്ലെന്നല്ലല്ലോ പറയുന്നത്, സ്കൂളിൽ നിന്നാണ് അതിന്റെ ബേസിക് തുടങ്ങുന്നതെന്നല്ലേ പറയുന്നത്. സ്കൂളിൽ നിന്നാണ് ഏറ്റവും വളരെ മോശമായിട്ട് പിള്ളേര് അതെ. ഓരോ വഴിതെറ്റി രീതിയിലേക്ക് പോകുന്നത്. പോണത്. മയക്കുമരുന്ന്, കഞ്ചാവ് പറഞ്ഞ പോലെ അതെ. സ്കൂളിൽ ഞങ്ങൾക്ക് മോശമായ അത് സ്കൂളിൽ നിന്നല്ല, വീട്ടിലെ രക്ഷിതാക്കള് അല്ല, വീട്ടിലെ അന്തരീക്ഷം വെച്ചും കുട്ടികള് പിന്നെ ബാഡ് ബിഹേവിയറിലോട്ട് പോകുന്നവർ എത്രയോ കുട്ടികളുണ്ട്. എത്രയോ പേര് അച്ഛൻ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന കണ്ട് അതേപോലെ അനുകരിക്കുന്ന എത്രയോ പിള്ളേരുണ്ട്. അപ്പം സ്കൂളിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ. പിന്നെ കുറെ കൂട്ടുകെട്ടുകളുണ്ട് കുട്ടികൾക്ക്, സ്കൂളിൽ നിന്ന് കുറെ കൂട്ടുകെട്ടുകളായിട്ട് കുറെ കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, രണ്ടും ബാധ്യതയാണ് ഒരു പരിധി വരെ. രണ്ടും അതായത് ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം അവര് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അത് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ അത് മാറ്റങ്ങൾ സംഭവിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടും ഈക്വൽ ബാധ്യതയാണ്.
വീട്ടിൽ നമുക്കൊരു ടൈം ടേബിൾ പ്രകാരം നമുക്ക് കീപ്പ് ചെയ്യാം കുട്ടികളെ. അതായത് രാവിലെ ഇത്ര മണിക്ക് എണീക്കണോ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ അങ്ങനെ അവിടെ തന്നെ ഇത് തുടങ്ങും. പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാലും ഇന്ന ടൈമിംഗ് ആണ്, ഇത്ര മണിക്ക് പഠിക്കണം, ഇത്ര മണിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ പ്രയർ ടൈമിങ്. ഇപ്പൊ ഹിന്ദുക്കൾക്കായാലും അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കൂടുതൽ ടീച്ചേഴ്സ് പറയുന്നുണ്ട് എപ്പോഴും കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്, പാരന്റ്സും TV അധികം കാണിക്കരുത് എന്ന്. പക്ഷേ എന്നിട്ട് രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കുട്ടികളെ ഇല്ല, കയ്യിൽ അതാ ഫോൺ മക്കള് കൊടുക്കുന്ന കൂടുതലും ശ്രദ്ധിക്കുന്നവരുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും എല്ലാവരും നമുക്ക് കൊടുത്തിട്ട് പറയാൻ പറ്റില്ലല്ലോ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല എന്ന്. ശ്രദ്ധിക്കുന്നവർ എത്രയോ പേരുണ്ട്. ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ. ഇപ്പൊ ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികള് കൂടുതൽ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലേ അവര് ഒരു ടോയ്ലറ്റ് മിനിറ്റ് ഉപയോഗിക്കുന്നത്. ഒരു മിനിറ്റ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണുണ്ട് ഡിബേറ്റിൽ. ആരും മാറി നിൽക്കരുത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇതിലിപ്പോ മെജോറിറ്റി കുറെ പേര് സ്കൂളിനെയും അതേപോലെ തന്നെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എത്ര പേര് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഫാമിലിയിൽ നിന്നാണ് കുട്ടികളുടെ ഡിസിപ്ലിൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഡിസിപ്ലിന്റെ ഏറ്റവും ബേസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണെന്ന് ആരാ പറയുന്നത്? ഫാമിലി ഫാമിലി നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്നത് സ്കൂളാണ് കൂടുതലും, ഫാമിലിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലും അത് സ്കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പോയിന്റ് തരാം, നിങ്ങൾക്ക് അതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഡിസിപ്ലിന്റെ ഭാഗമാണ് ഈ സ്നേഹം എന്നൊരു കാര്യം കുട്ടികളെ രൂപപ്പെടുന്നത്. ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണോ സ്നേഹം എന്നൊരു വികാരം ഉണ്ടാവുന്നത്? അതെ. അതെങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും? വീട്ടില് നല്ല സ്നേഹിക്കുന്ന ആൾക്കാരാണ്. സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യിക്കുകയും ചെയ്യുമ്പോൾ വേണ്ടിയാണല്ലോ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത്. ഡിസിപ്ലിനായാലും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ, മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ പാരന്റ്സ് അവരെ നല്ല രീതിയിൽ ഇപ്പൊ ബ്രഷ് ചെയ്യാനായാലും ഹെയർ ഒക്കെ കോംബ് ചെയ്യാനായാലും നെയിലൊക്കെ റെഗുലർ ആയിട്ട് കട്ട് ചെയ്യാൻ പറയുന്നതായാലും അവരുടെ നന്മയ്ക്ക് വേണ്ടി, ആരോഗ്യം, ഹെൽത്തിന് വേണ്ടിയാണ് പാരന്റ്സ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് അവരോടുള്ള സ്നേഹമാണ്. പിന്നെ ചിട്ടയിലെ ശീലം ചുടല വരെ. ഫസ്റ്റ് സ്കൂൾ എന്ന് വെച്ചാൽ അത് എല്ലാവരുടെയും വീടാണ്. പാരന്റ്സ് ആണ് അവരുടെ ടീച്ചേഴ്സ്. അന്നേരം വീട്ടില് ഫസ്റ്റ് നമുക്ക് ഒരു 3 years വരെ വീട്ടിലൊക്കെ ഉള്ള ഇതാണ് കണ്ടു പഠിക്കുന്നത്. കുട്ടികളുടെ സ്വന്തം അമ്മമാര് നമ്മളാണെങ്കിൽ സെക്കൻഡ് പാരന്റ്സ് ഉറപ്പായും ടീച്ചേഴ്സ് ആണ്. അത് നമുക്ക് മറക്കാം. നമുക്ക് നമ്മുടെ അനുഭവമാണ്. സെക്കൻഡ് പാരന്റ്സ് എന്തായാലും ടീച്ചേഴ്സ് ആണ്. പിന്നെ ഒന്നാമത് സ്നേഹത്തോടെ നമ്മൾ എന്ത് പറഞ്ഞാലും ആദ്യം നല്ല ആ പിള്ളേരെ അനുസരിക്കും. ആരെയും സ്നേഹത്തോടെ നമ്മൾ ഉപദേശിച്ച് നോക്കാം. ഉറപ്പായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ആ വഴിയിലേക്ക് പിള്ളേര് വരും. പിന്നെ അത്രത്തോളം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്രയും മോശമായ പിള്ളേരാണ് ഇങ്ങനെയുള്ള വഴി തെറ്റിയിട്ട് അധികം പോണ പിള്ളേര്. അത് നമുക്കിപ്പോ ന്യൂസ് വായിക്കുമ്പോൾ അങ്ങനെ അറിയാൻ പറ്റും. നമുക്ക് ന്യൂസിലൊക്കെ ഇപ്പൊ എത്ര കേൾക്കണു നമ്മള്. കുട്ടികളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ശിക്ഷണത്തിൽ വളർത്തുന്നത്. നമ്മൾ കുട്ടികളോട് സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ മൈൻഡ് ചെയ്യത്തില്ല. അവരവരുടെ എന്താ പറയാ, അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്നുള്ളൊരു. എല്ലാം ചോദിച്ചത് ഈ ഡിസിപ്ലിനോടെ കുട്ടികളിൽ നമുക്ക് ലവ് എന്നത് കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റും. അത് റിലേറ്റഡ് ആണോ? റിലേറ്റഡ് ആണ്. അതെ. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയട്ടെ. ഡിബേറ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് പോയിന്റ് ഔട്ട് ആയിട്ടുള്ളത് നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഇപ്പൊ ചില കുട്ടികൾ വീട്ടിൽ വളരെ മോശമായിരിക്കും, ബിഹേവിയർ വളരെ മോശമായിരിക്കും. പക്ഷെ സ്കൂളിൽ ചെന്നാല് നല്ല ബിഹേവിയർ, ടീച്ചർ പറഞ്ഞനുസരിക്കും, വേറൊരു ക്യാരക്ടറാണ്. സെയിം ഇതേ സിറ്റുവേഷൻ തന്നെ വീട്ടില് ചിലപ്പോൾ നല്ല കുട്ടിയായിരിക്കും, പക്ഷെ സ്കൂളിലോ നേരെ മറിച്ചാണ്. വീട്ടിൽ അവർ നല്ല ക്വാളിറ്റീസ് ആണ്, സ്കൂളിൽ ഉണ്ടാവില്ല. അങ്ങനെ 2 ടൈപ്സ് കുട്ടികളുണ്ട്. 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് വീട്ടിലത്തെ സാഹചര്യം മോശമായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. അതെ, അതാണ് കാരണം. മാം പറഞ്ഞല്ലോ ഇപ്പൊ സ്നേഹവും ഡിസിപ്ലിൻ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സ്നേഹത്തോടെ ആ കുട്ടിക്ക് വീട്ടിൽ പരിഗണന കിട്ടുന്നുണ്ടാവില്ല. അതേസമയം ആ ടീച്ചർ ആ കുട്ടീനെ സ്വന്തം മോനെ പോലെ കണക്കാക്കി സ്നേഹിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോ ആ ടീച്ചറാണ് ആ കുട്ടിക്ക് അവിടെ പാരന്റായി നിൽക്കുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ആ സ്നേഹം തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ടീച്ചേഴ്സിനേക്കാളും അവർ അംഗീകരിക്കുകയും എന്താക്കുകയും ചെയ്യുന്നത് എപ്പോഴും ഫ്രണ്ട്സിനെ ആയിരിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാമായി അവർക്ക്. അവരെന്താ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ എത്രയോ പേരുണ്ട്.
പാരന്റ്സ് ഫ്രണ്ട്സിനെ പോലെ പെരുമാറുമെങ്കിൽ മക്കളും അതുപോലെ ഇപ്പം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യും. ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും എല്ലാ കാര്യങ്ങൾക്കും പുള്ളി വിടാതെ വീട്ടിൽ ഒന്ന് ഷെയർ പക്ഷെ ചെയ്യുന്ന നമ്മൾ മക്കളും സ്നേഹിച്ചാൽ മാത്രം പോരാ. ശാസ്ത്രത്തിന്റെ മോൾക്ക് പറഞ്ഞതിന് വെച്ചാൽ ടീച്ചേഴ്സിന് ഇപ്പൊ ഒരു ടൂർ പോണു, അപ്പൊ ആ ടീച്ചറിന് ഉമ്മ വെക്കണു, ടീച്ചറിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കണം. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവാം ആ ഒരു കുട്ടിയും ആ ടീച്ചറും തമ്മിലുള്ള അടുപ്പം. അവിടെ തീർച്ചയായും സ്നേഹമാണ് ആ കുട്ടീന്റെ അടുത്ത് കാണിക്കുന്നത് ടീച്ചർ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴും നമ്മുടെ അടുത്തും പിള്ളേര് വന്ന വഴിക്ക് കെട്ടിപ്പിടിക്കണു, ഉമ്മ വെക്കണു. ഇങ്ങനെയൊന്നും ഇല്ലാത്ത വീടുകൾ എത്രയോ ഉണ്ട്, ഇല്ല എന്നല്ല പറയണത്. പക്ഷെ ഈ ഡിസിപ്ലിനും സ്നേഹം അത് രണ്ടും കണക്ഷനാണ്. കുട്ടികൾക്ക് ടീച്ചർമാരോടുള്ള പെരുമാറ്റവും വീട്ടിലെ രക്ഷകർത്താക്കൾക്ക് കുട്ടികളോടുള്ള പെരുമാറ്റവും വളരെയധികം ഡിസിപ്ലിനിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ കുട്ടികളോട് പെരുമാറുന്നു എന്നതും ടീച്ചർമാർ കുട്ടികൾ എങ്ങനെയോടുള്ളത് പെരുമാറുന്നു എന്നതും ഡിസിപ്ലിൻ വളരെ ഇതാണ്. നമ്മൾ ടീച്ചർമാർ നല്ല രീതിയിൽ കുട്ടികളോട് പെരുമാറുകയാണെങ്കിൽ അവരും ടീച്ചറോട് അതേ സ്നേഹം കാണിക്കുകയും മറ്റുള്ളവരെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് അതേ സ്നേഹത്തിൽ പെരുമാറാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി വിടുമ്പോഴത്തേക്ക് ഒരാളിൽ വിട്ടുകൊടുക്കുമ്പോൾ അപ്പൊ സമൂഹത്തിൽ വരുമ്പോഴും പുറത്ത് വരുമ്പോഴൊരു ഒരു തർക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒന്ന് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയും അങ്ങനെ പരസ്പരം വിട്ടുകൊടുക്കലും സഹകരണ സ്നേഹവും ഒക്കെ ഒരു വീട്ടിൽ നിന്നും ഉണ്ടാവും. അപ്പൊ നിങ്ങളതൊക്കെ പറയുമ്പോഴേ കുറെ പേര് വീടിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അല്ലെ, ഫാമിലി ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്ത് ദിവസം പഠിച്ചിട്ടിരിക്കുന്നേ? മോണ്ടിസോറി ടീച്ചർ. നിങ്ങൾ ടീച്ചർമാരാണ്. ടീച്ചർമാരെ എത്രത്തോന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറെ പേരെ. അതാണ് മിസ് പറഞ്ഞത്. ഞങ്ങള് ടീച്ചർമാരിനല്ല പറയണത് എന്നാ പറഞ്ഞത്. അതാണ്. പക്ഷെ നമ്മള് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് കുട്ടികൾക്ക് സ്കൂളിലേക്കും, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന മര്യാദയും അവർക്ക് പരിഗണന, അങ്ങനെയാണ് പറഞ്ഞത്. ബേസിക് ആണ് അങ്ങനെ പറഞ്ഞു പോയത്. ഞാൻ പറഞ്ഞു വരുന്നത് തമാശക്ക് അല്ല മാം, നമ്മളിപ്പോ ഒരാളിനെ മര്യാദ പഠിപ്പിക്കാണ്ട് ആളിനെ കണ്ടു അവരുടെ ആന്റി എന്ന് പറയാൻ പഠിപ്പിച്ചു. നമ്മളത് പറയാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും ആ കുട്ടി ആ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ആ ടീച്ചറിനെ എങ്ങനെയായിരിക്കും കാണുക? ടീച്ചർ പറഞ്ഞു കൊടുക്കണം ഞാൻ ടീച്ചറാണ്. അല്ലെങ്കിൽ വേറൊരാളിനെ കണ്ട മര്യാദയോടെ സംസാരിക്കോ? അത് വരുന്നു ഇത് വരുന്നു, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് ആന്റിയാണ്, അല്ലെങ്കിൽ ഏട്ടനാണ്, ചേച്ചിയാണ്, അങ്കിളാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണ കാരണം കൊണ്ടല്ലേ പിള്ളേര് ചെറുതിലേ അങ്ങനെ പറഞ്ഞു പോണത്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാണ്ട് സ്കൂളോ ടീച്ചറിനെ കുറ്റം പറഞ്ഞതല്ല. നമ്മൾ ബഹുമാനിക്കണ ഒരാളാണ് നമ്മൾ അത്രത്തോളം. അല്ല, നമ്മളൊന്നും പഠിപ്പിക്കാണ്ട് തന്നെ നമ്മളെ കുട്ടികള് വേറൊരാൾക്കാരെ കാണും. നമ്മളോട് നല്ലോണം കളിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാളെ കാണുന്നേരം ആ കുട്ടി, ചില കുട്ടികൾ അവരുടെ അടുത്ത് പോകൂല. അതെല്ലാം കുട്ടികൾ ജന്മനാലെ ആ കുട്ടികളിൽ വരുന്നത്, അല്ലാണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടൊന്നുമല്ല അവരത് പെരുമാറുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോ ഭക്ഷണം കൊടുക്കായിരിക്കും കുട്ടിക്ക്. നമ്മൾ എത്ര പേടിപ്പിച്ചിട്ടായാലും കളിപ്പിച്ചിട്ടായാലും ചിരിച്ചാലും ചിലപ്പോൾ അവർ ഭക്ഷണം കഴിക്കൂല. പക്ഷെ പുറത്തുനിന്ന് ഇപ്പൊ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും വിൽക്കാൻ കൊണ്ടുവന്നെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അപ്പൊ അവരെ നോക്കിയിട്ട് അവരെ ചിലപ്പോ പേടിച്ചിട്ടോ വേഗം വായ തുറന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ അവര് ചെറുതിലേ അത് പഠിക്കുന്നുണ്ട് മറ്റൊരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ, അല്ലാണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല അവരത് പെരുമാറുന്നുണ്ട്. വേറൊരു കാര്യം ചെയ്യട്ടെ. നമ്മുടെ ഹോൾ ലൈഫ് ഇപ്പൊ നമ്മുടെ 3 വയസ്സ് മുതൽ 15 വയസ്സുള്ള സമയം എടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, നമ്മളെല്ലാരും അതൊക്കെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് അല്ലെ. 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെ നമ്മളെ ഒരു സ്കൂൾ സെറ്റിങ്സ് അകത്തായിരുന്നു അല്ലെ. അവിടെ നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ ആ ഒരു സ്വഭാവ രൂപീകരണത്തിനും അല്ലെങ്കിൽ നമ്മളുടെ ഉണ്ടാകുന്ന ഡിസിപ്ലിനും സ്കൂൾ എന്നൊരു ഘടകം, ഒരു ഫാക്ടറും വഹിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. 15 വയസ്സ് വരെ നമ്മളിൽ ഉണ്ടായി. അതായത് ഓരോ ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് ടീച്ചേഴ്സ് ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അല്ലെ. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, സെക്കൻഡ് സ്റ്റാൻഡേർഡില്, തേർഡ്, അങ്ങനെ നമ്മൾ 10ാം ക്ലാസ് എത്തുന്നത് വരെ നമ്മളിൽ ശരിക്കും എന്ത് വരുന്നുണ്ട്, നമ്മുടെ ബിഹേവിയർ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. 10ാം ക്ലാസ് എത്തുന്നത് വരെയാണ് നമ്മുടെ ആ ഒരു ബേസിക് ഫൗണ്ടേഷൻ. അത് സ്കൂളിലാണ് നമ്മള്, അതായത് ഓൾമോസ്റ്റ് നമ്മളൊരു 9:30 to 4 മണി അല്ലെങ്കിൽ ഒരു 10 to 3:30 ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ? സ്കൂളിലാണ് മാം. സ്കൂളാണ്. ആരുടെ കയ്യിലാണ്? നിങ്ങളിപ്പോ അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ.
ഒരു ടെൻഷനും ഇല്ല. വളരെ ലൈറ്റ് ആയിട്ടാണ് ക്ലാസ് കയറിയിരിക്കുന്നത്. എന്റെ കുഞ്ഞ് സ്കൂളിലാണ്, ടീച്ചേഴ്സ് നോക്കിക്കോളും എന്നൊരു വിശ്വാസമില്ലേ? തീർച്ചയായും വിശ്വാസമുണ്ട്. അവരുടെ കയ്യിലാണ്. അവർ അങ്ങനെയൊക്കെ പരിവപ്പെടുത്ത് കുട്ടികൾ പറയുന്നതിനാണ് ടീച്ചർ പറയുന്നത് കുട്ടികൾ അനുസരിച്ചോളും, ടീച്ചർ ഭക്ഷണം കൊടുത്താൽ കഴിച്ചോളും, എല്ലാം ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂളിൽ ഒരു ചെറിയ പ്രയോറിറ്റി കൊടുക്കാം അല്ലെ? ഫാമിലിയിൽ ഒരിക്കലും വേണ്ടാന്നല്ല പറഞ്ഞത്. എന്നിരുന്നാൽ പോലും എന്താണ്, ഫാമിലി ഓക്കെ, നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫ് മുഴുവൻ നമ്മൾ എവിടെയാണ്? ഫാമിലിയിലാണ് അല്ലെ? ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ. പക്ഷെ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതലായിട്ട്, പ്രത്യേകിച്ച് അവരുടെ ഡിസിപ്ലിൻ രൂപപ്പെടുത്തുന്നതിന് സ്കൂളുകൾ വഹിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് നിസ്സാരമല്ല. നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ട് ഒരു വ്യക്തി ഉണ്ടാവും. അത് ഏറ്റവും നല്ലൊരു അധ്യാപകനോ അധ്യാപിക ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, യെസ്. എന്തുകൊണ്ടാണ് നമുക്കത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്? അവര് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ അല്ലെ? അങ്ങനെയായിരിക്കണം, ഇങ്ങനെ ചെയ്യണം, എന്നാൽ മാത്രം ലൈഫിൽ വലിയ നമ്മുടെ വിജയങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലും കാതിലും നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ നമുക്ക് ഒരിക്കലും അധ്യാപകർ നമ്മളെന്നും നേർവഴി നടത്താനേ പഠിപ്പിച്ചു തരുള്ളൂ അല്ലെ? ഒരിക്കലും. പാരന്റ്സ് അതുപോലെ തന്നെ. പാരന്റ്സ് ആണെങ്കിൽ അതേ ഷൗട്ടിങ് പോലും ചിലപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടില്ല. കാരണം എന്താണ്, നമ്മളെ അവർ വേറൊരു മാനറിലാണ് നമ്മൾ അവർ പഠിപ്പിക്കുന്നത്. ദേഷ്യമാണെങ്കിൽ പോലെ ടീച്ചേഴ്സ് വേറൊരു രീതിയിലായിരിക്കും നമ്മളോട് പ്രശ്നം ചെയ്യുന്നത് അല്ലെ? ഓക്കെ, ഒരിക്കലും ഈ മോശമായി പോകൂ എന്നൊരു അധ്യാപകനും പറയുമോ? ഈ ഒരു അനുസരണമില്ലാത്ത കുട്ടിയാണ്, നീ ഇങ്ങനെ തന്നെ വളർന്നാൽ മതി എന്നൊരു അധ്യാപകനും പറയില്ല. നേർവഴിക്ക് നടത്താനേ പറയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, മോശമായ ബിഹേവിയറുള്ള കുഞ്ഞിനെ നന്നാക്കി എടുക്കാനും ടീച്ചേഴ്സിന് കഴിയും. പക്ഷെ അതേപോലെ തന്നെ അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവന്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകെട്ടുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാത്രം ചിലപ്പോ അവൻ നന്നാവണ്ടെന്ന് തീരുമാനിച്ചാൽ നന്നാവില്ല. അത് ഓരോരുത്തരുടെ ഇനീഷ്യലായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. വേണ്ടാന്ന് വെച്ചാൽ വേണ്ടെന്നാണ് അല്ലെ? വേണോന്ന് വെച്ചാൽ എന്ത് കാര്യം നടക്കും. അത് വേണോന്ന് വെക്കുന്നതാണ് കുറവ് അല്ലെ? എല്ലാം വേണ്ട പറ്റില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ മാറ്റാറുണ്ട്. ഓക്കെ, അപ്പോ രണ്ട് രീതിയിൽ നോക്കുന്ന ഒരു ടീച്ചറിന് തന്നെ ചിലപ്പോ എന്താണ്, ഒരാളെ നന്നാക്കാനും പറ്റും. ചില സമയത്ത് അവന്റെ ബിഹേവിയർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ മോശമാക്കാനും പറ്റും. ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ ഒരു പരിധി ഉണ്ട് അല്ലെ? എത്രയോ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് അല്ലെ? അതായത് ബാക്ക്ഗ്രൗണ്ടിൽ മോശമായിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഹെൽപ്പ് ഒക്കെ കൊടുക്കാനായിട്ട് അധ്യാപകർക്ക് സാധിക്കും. അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ആ ടീച്ചറിനോട് ഇഷ്ടം തോന്നും, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. ഓക്കെ, അതൊരു കോമ്പൻസേഷൻ പോലെ ഒന്നല്ല, എന്തെങ്കിലും കൊടുത്തിട്ട് കുട്ടികളോട് സ്നേഹം വാങ്ങിക്കുന്നില്ല. അതൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മാനറിൽ രൂപപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു 15 വയസ്സുള്ള കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിൽ നിന്നാണ് ഒരു മിക്ക കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിന്റെ ഏറ്റവും ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണെന്ന് ഒരു പൊടിക്ക് പ്രയോറിറ്റി നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. ഫാമിലിനൊട്ടും ബാക്കിലാക്കുന്നില്ല. നിങ്ങൾ ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എല്ലാവരും നല്ല അമ്മമാരെ പോലെ സംസാരിച്ചിട്ടുണ്ട്. നല്ല അമ്മമാരെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ കാണാൻ പറ്റിയത് ടീച്ചേഴ്സിനൊക്കെ കൂടുതൽ നല്ല അമ്മമാര് സംസാരിക്കില്ലേ? അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ ഇപ്പോഴും ഫാമിലിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? ഒരു കാര്യം പറയട്ടെ, മാം ഇപ്പൊ പറഞ്ഞു, ഞാൻ ടീച്ചേഴ്സിനെയോ അല്ല ഇപ്പൊ പേരൻസിലും നമ്മൾ പറയണ പോലെ മോശപ്പെട്ട രീതിയിൽ മക്കളിനെ ഇപ്പൊ നമ്മൾ പറയുന്നു, ജനിച്ച ഉടനെ മക്കളിനെ നശിപ്പിക്കുന്ന പേരൻസ് എത്രയോ ഉണ്ട്, നമ്മൾ കണ്ടു. അതേപോലെ ടീച്ചേഴ്സിന്റെ കാര്യങ്ങളിലും നല്ല ടീച്ചേഴ്സ് ഉണ്ട്, അല്ലാത്തത്. കാരണം ഞങ്ങളുടെ ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ മോള് പഠിക്കുന്ന ഒരു സ്കൂളിൽ തന്നെ ഒരു ടീച്ചർ, അതായത് ഒരു കുട്ടി നന്നായി എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പരീക്ഷ പേപ്പർ ഒത്തു നോക്കുമ്പോൾ തന്നെ ആ കുട്ടി നല്ല മാർക്ക് ഉണ്ട്, ആ കുട്ടിക്ക് കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടിക്ക് എ ഗ്രേഡ് കിട്ടേണ്ടതായിരുന്നു. ആ ടീച്ചർ അവിടെ വെട്ടിട്ടിട്ട് ആ കുട്ടിക്ക് ബി ഗ്രേഡ് ആയി. അപ്പൊ അവരുടെ പേരൻസ് വന്നിട്ട് മീറ്റിംഗിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പേപ്പറോട് കൂടി വന്നിട്ട് ആൻസർ ഷീറ്റ് ഒക്കെ കാണിച്ചു കൊടുത്ത് എത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ മോൾക്ക് എന്തുകൊണ്ടാണ് അത് വെട്ടിയിട്ട് എ ഗ്രേഡ് കിട്ടേണ്ട കുട്ടിക്ക് എന്തുകൊണ്ട് ബി ഗ്രേഡ് കിട്ടിയപ്പോ ചോദിച്ചപ്പോ ആ പേരൻസിന്റെ അടുത്ത് ടീച്ചർ പറഞ്ഞ കാര്യം, ഇപ്പൊ അത് ഞാൻ വിട്ടിട്ട് ശരിയാക്കി കൊടുത്താലും അവള് ഒന്നാമത് എത്താൻ പോകുന്നില്ല, അങ്ങനെ പറഞ്ഞു. ആ കുട്ടിക്ക് സപ്പോസ് ആ ഒരു എ ഗ്രേഡ് വലിയൊരു കാര്യമായിരിക്കും ആ കുട്ടിക്ക്. പക്ഷെ ഒരിക്കലും ആ ടീച്ചർ പ്രോത്സാഹിപ്പിക്കേണ്ട പകരം അങ്ങനെ ഇടിച്ച് താത്താൻ പാടില്ലായിരുന്നു. അത് എത്ര വിഷമം ആ കുട്ടിക്ക്, കാരണം ആ കുട്ടിക്ക് ഇനി ഉടനെ ആ വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ അത്രയും പഠിച്ചിട്ട് ടീച്ചർ അപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഇല്ലേ, അപ്പൊ ആ കുട്ടി അവിടെ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ മോട്ടിവേഷനാണ്. ഇനി അതിൽ നിന്ന് വിജയം ഉണ്ടാവാനുള്ള ഒരു മോട്ടിവേഷൻ ആണെന്ന് ചിലപ്പോ ടീച്ചർ അങ്ങനെയാണ് ചിന്തിച്ചെങ്കിലോ, നമ്മൾ എന്തുകൊണ്ടങ്ങനെ വിചാരിച്ചില്ല. അതങ്ങനെ പറയാൻ പറ്റില്ല.
പക്ഷെ ആ കുട്ടീനെ അങ്ങനെ നീ എത്ര ഞാൻ എഴുതിയാലും ഒന്നാമത് എത്താൻ പോണില്ല എന്നാ ടീച്ചർ ഓപ്പൺ അത്രയും ഞങ്ങൾ പേരൻസ് എല്ലാവരും ഇരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാ ടീച്ചേഴ്സും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല, കാരണം മോശം ബിഹേവിയർ കാണിക്കുന്ന ഒത്തിരി അല്ല ടീച്ചേഴ്സ് ഉണ്ട്. സാരില്ല, നീ നന്നായി എഴുതി അടുത്ത തവണ നിനക്ക് മാർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാശിയിൽ നമ്മളത് ചെയ്യുന്നു. പക്ഷെ നീ എത്ര എഴുതിയാലും ഒന്നാമത് എത്താൻ പോണില്ല എന്നൊരു കുട്ടീൻ്റെ അടുത്ത് പറയുമ്പോൾ സാധാരണ കുട്ടി മാനസികമായിട്ടൊരു പ്രശ്നം വരും എന്തായാലും. മിസ് അവിടെ നിന്ന് ഒരു വാശിയോടെ മൂന്നാമത്തെ കാണിക്കാമല്ലോ ആ മിസ്സിന്റെ മുന്നില്. അതെ, അതാ ഞാനും പറഞ്ഞത്. ആ കുട്ടിക്ക് അതൊരു വാശി ചെടികള് എല്ലാ നെഗറ്റീവ്സിനും നെഗറ്റീവ്സ് ആയിട്ടാണ് എടുക്കല്ലേ. അത് ആ കുട്ടി ചിലപ്പോ വിചാരിച്ചാലും ചിലപ്പോ നല്ല പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലോ അവള് ടീച്ചർ എന്തായാലും പറഞ്ഞു എന്തായാലും ഒന്നാമത് തന്നെ എത്തുന്ന അവള് തീരുമാനിച്ചെത്താവുന്ന കാര്യമുള്ളൂ. അത് ചിലപ്പോ ചില സമയത്ത് നമ്മൾ പറയുന്നത് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ, നല്ല രീതിയിൽ പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. ഡിമോഷൻ ഒരിക്കലും ഒരു നെഗറ്റീവ് തോട്ടല്ല. ഡിമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ സമയത്ത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് മാഷിമാർ ഇതേപോലെ നമ്മളെ ഷൗട്ട് ചെയ്ത കുറെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ ആ മാഷിനോട് മനസ്സിലാവും ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ടീച്ചർ പറയുമ്പോ മോശമാണെന്നല്ല ഞാൻ പറയണത്, പക്ഷെ എന്തോ ഒരു പ്രത്യേക ഒരു ഇത് ആ ടീച്ചർക്ക് അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു. അത് സംഭവം സത്യമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മോട്ടിവേഷൻ പറയുന്ന ടീച്ചറാണെന്ന് വെച്ചാൽ എത്രയോ നല്ല, ഇപ്പൊ മാം പറഞ്ഞു ഡിസിപ്ലിന് സ്നേഹത്തിന്, ആ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാം നമുക്ക് മോട്ടിവേഷൻ ഇല്ലേ. ആ ഒരു കുട്ടിയെ തരം താഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. സ്നേഹത്തിന്റെ പേരിൽ നമുക്കൊരു കുട്ടിക്ക് മോട്ടിവേഷൻ അതൊന്നുമല്ല, നമ്മള് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ മാഷ് ഇതിനേക്കാളും എത്രയോ വേദനിക്കുന്ന വിധത്തിൽ നമ്മളോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനല്ല അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ പഠിക്കാത്തതുകൊണ്ടാ. അപ്പൊ നമ്മൾ അതിലും കൂടുതൽ പഠിക്കുക വേണ്ടത്. അപ്പൊ പിന്നെ ആ മാഷിന് നമ്മളോട് ഇഷ്ടം തോന്നലും ഉണ്ട്. ശരി തന്നെയാണ്. ആസ് എ ടീച്ചർ നമ്മളിപ്പോ ടീച്ചറായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തന്നെ പ്രതികരിക്കേണ്ടത്. പക്ഷെ നടന്ന കാര്യം പറഞ്ഞു മാത്രം. കുട്ടികൾക്കുള്ള കഴിവുകൾ എത്ര പാരന്റ്സ്മാർ കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ ചിലപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കില്ല. വരയ്ക്കുന്ന കഴിവുകളാവാം, പാട്ട് പാടുന്നതാവാം, ഡാൻസ്, അങ്ങനെ കഥ എഴുത്ത്, അങ്ങനെയുള്ള എന്തെല്ലാം കഴിവുകൾ ചിലപ്പോൾ പാരന്റ്സ് അറിയത്തില്ല. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് അധ്യാപകരായിരിക്കും കുട്ടികളുടെ ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്ത് ഒന്നാമതായിട്ട് എത്തിയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അത് വീട്ടിലുള്ളവര് തിരിച്ചറിയാത്ത കഴിവുകൾ ടീച്ചർമാർ വളർത്തിയെടുക്കുന്നുണ്ട് 100%. ഷൈമ പറഞ്ഞ കാര്യത്തോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു സംഭവത്തില് ഒരു ടീച്ചർ എന്നുള്ള അധ്യാപകൻ എന്നുള്ള ഈ ഒരു രീതിയുമായിട്ടൊരു ബന്ധമില്ല. ടീച്ചറുടെ ഒരു വ്യക്തിപരമായിട്ടുള്ളതായിരിക്കും. പക്ഷെ അത് ഈ അധ്യാപനവുമായി ഒരു ബന്ധമില്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. അതന്നെ, കാരണം വലിയ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല. ഇത് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിന്റെ അടുത്താ പറഞ്ഞത്. 4ാം ക്ലാസ്സിലൊന്ന് ആലോചിച്ച് നോക്കണം. 4ാം ക്ലാസ്സിൽ പഠിക്കണ ആ കൊച്ചിന് ആ മാനസികാവസ്ഥ, അയ്യോ ടീച്ചർ എന്നെ താത്തി കെട്ടി, ഇനി ഞാൻ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഒരു ആ കുട്ടിക്ക് അത്രയ്ക്ക് വിവരം ആവണുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്ന് വലിയ പിള്ളേരുടെ പറഞ്ഞതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മളെ ചീത്ത പറയണു, തല്ലണു, അടിക്കണു, എത്രയോ ഞാനൊക്കെ എത്ര ആട്ട് കേട്ടിട്ടുണ്ടെന്ന് അറിയോ സ്കൂൾ പഠിക്കുന്ന സമയത്ത്. അതൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. അപ്പൊ നമുക്ക് നമ്മളാ ചീത്ത പറഞ്ഞ മാഷന്മാരെന്നും നമ്മൾ മറന്നിട്ടില്ല അല്ലേ. നമ്മൾ എന്നും ഓർക്കും നമ്മളെ ഷൗട്ട് ചെയ്ത മാഷന്മാരനെ. പക്ഷെ ഈ കുട്ടി 4ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു പരിഗണന സ്നേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. നമ്മൾ തന്നെ ഇപ്പൊ മോണ്ടിസോറി ക്ലാസ്സിൽ പല പല സബ്ജക്ട് പല ഇതൊക്കെ ടെൻഷനോ നമ്മളിപ്പോ കൊച്ചു കുട്ടികളുടെ അടുത്ത് ചീത്ത പറയൂ ഇല്ല, സ്നേഹം എത്ര ഒരു ഇത് കാണിച്ചാലും സ്നേഹത്തിന്റെ ഭാഷ നമ്മൾ മോണ്ടിസോറി ടീച്ചറാവില്ലേ. അനുസി പറയുന്നത് ബ്രേക്ക് ആയി പോകുന്നുട്ടോ. ഒരുപാട് ടീച്ചേഴ്സിന് നല്ല നിറയെ കഴിവുകളുണ്ട്. എത്രയോ ഇപ്പൊ വരുന്ന പുതിയ ടീച്ചേഴ്സ് ഒരുപാട് കഴിവുണ്ട്. അവർക്ക് കുട്ടികളെ മനസ്സിലാക്കാനും അവരുടെ കുട്ടികളുടെ ഒരു ബേസിക് അറിയാനുള്ള കഴിവ്, അതൊക്കെ ഒരുപാട് ടീച്ചർക്ക് ഇപ്പൊ ഉണ്ട്. ഇല്ലാന്നല്ല, നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സും ഉണ്ട്. അല്ലാത്ത ഇപ്പൊ പാരന്റ്സിൽ തന്നെ നല്ലതും നമ്മളിപ്പോ പറഞ്ഞു, വീട്ടിൽ നിന്ന് നല്ല സാഹചര്യം ഉണ്ട്, മോശ സാഹചര്യം, അതുപോലെ എല്ലാവിടെയും ഉണ്ട്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് ടീച്ചേഴ്സിന് സ്കൂളിൽ അധിക്ഷേപിച്ചതല്ല ഒരിക്കലും ചെയ്യില്ല. എന്നാ പിന്നെ ഞാൻ ഈ ക്ലാസ്സിൽ വരില്ലായിരുന്നു. അല്ല, നമ്മുടെ കുട്ടികളെ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കൂലല്ലോ ഒരു കാരണവശാലും. പക്ഷെ ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ വിട്ടുകൊടുക്കുക, കാരണം നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കുടുംബക്കാരൊപ്പം ആരെങ്കിലും ടൂർ പോകുമ്പോൾ നമ്മളെ കുട്ടികളെ അയക്കൂല, കാരണം അവർ ശ്രദ്ധിക്കൂല എന്നുള്ള പേടി നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നവരെ നമ്മളെ കുട്ടികളെ ധൈര്യമായിട്ട് നമ്മൾ അയക്കും. ടീച്ചേഴ്സ് നന്നായിട്ട് കെയർ ചെയ്യും, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഫുഡിന്റെ സമയത്ത് ഫുഡ് കഴിക്കും. അങ്ങനത്തെ ഒരു മനസ്സിനുള്ള ഒരു ബലം നമുക്ക് കിട്ടുന്നുണ്ട്.
പക്ഷെ അതുപോലെ കുട്ടികൾക്ക് ഇതുപോലെ കാര്യങ്ങൾ ടീച്ചേഴ്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിനെ അത് ബാധിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. എന്റെ മോന് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സ്കൂളിൽ അഥവാ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ നമ്മള് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. മോനെ ടീച്ചർ നീ നന്നാവേണ്ടിട്ട് അങ്ങനെ പറയുന്നല്ല. എന്റെ മോന്റെ മൊത്തിക്ക് മുഖത്ത് മാഷ് അടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിന്റെ കുരുത്തക്കേട് കാരണമായിരിക്കും മാഷ് അടിച്ച്. 9ാം ക്ലാസ്സിലാണ് എന്റെ മോൻ പഠിക്കുന്നത്. നിന്റെ കുരുത്തക്കേട് കാരണം മാഷ് അടിച്ചത്, അല്ലാണ്ട് പിന്നെ നീ നന്നാവേണ്ടിട്ട്, അല്ലാണ്ട് മാഷ്ക്കൊന്നും കിട്ടേണ്ടിട്ടൊന്നല്ല. അങ്ങനെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. അപ്പൊ ഞാൻ മാഷോട് ചോദിച്ചു എന്താ മാഷ കാര്യം. അപ്പൊ മാഷ് പറഞ്ഞ് ക്ലാസ്സിൽ നല്ല മാഷാ. മാഷ് പറഞ്ഞ് ക്ലാസ്സിൽ സംസാരിച്ചിരിക്കാണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കുറെ പ്രാവശ്യം അവനോട് ഞാൻ പറഞ്ഞു, അവൻ കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. പിന്നെ അനക്ക് അതില് സങ്കടം ഉണ്ട് എന്ന് മാഷ് പറയുകയും ചെയ്തു. കാരണം ഈ ഒരു സമയത്ത് കുട്ടികൾ നന്നാൻ വേണ്ടിട്ടല്ലേ മാഷ് ശകാരിക്കുന്നേ. ചോദിക്കട്ടെ, ഇപ്പൊ അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ നല്ലത് എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമ്പോഴാണ് കുട്ടികളെ ഡിസിപ്ലിൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. പറഞ്ഞു കൊടുക്കുന്നതിലാണോ അല്ലെങ്കിൽ അതെ, അതിനുശേഷം അവൻ പിന്നെ മാത്സ് ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കാനും തുടങ്ങി, കൂടുതൽ ഇമ്പ്രൂവ് ആകാനും തുടങ്ങി. നമ്മുടെ എല്ലാം കാലത്തിൽ എത്ര അടി കിട്ടിയിട്ടുണ്ട് സ്കെയിൽ കൊണ്ടുവന്ന് കൊണ്ടൊക്കെ, അമ്മ മറക്കുവോ? പക്ഷെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണേ, മാഷ് നിന്നെ അടിച്ച, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, മാഷ് എന്താ അടിച്ച, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു ദേഷ്യ മനസ്സിൽ വളരാന്. പക്ഷേ നമ്മള് അതിനെ പിന്നെന്താ പറയാ സോൾവ് ചെയ്യാൻ നമ്മൾ എപ്പോഴും നോക്കണ്ടേ കുട്ടീന്റെ മനസ്സിൽ അത് അങ്ങനെ മാഷ് ശിക്ഷ കൊടുക്കാം, പക്ഷെ എന്തിനാണ് അവനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു ഇപ്പൊ മാഷ അടിക്കുകയാണ്, ഞാൻ എന്തിനാ നിന്നെ അടിച്ച് എന്നുള്ളത് ആ കുട്ടീനെ ബോധ്യപ്പെടുത്തുക. ചിലപ്പോ എല്ലാവർക്കും അത് മനസ്സിലായി വരില്ല, മാഷ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തു തോന്നുന്ന പല പിള്ളേരുണ്ട്. അപ്പൊ അത് ആ തെറ്റ് എന്തിനാ, ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മളൊന്ന് തല്ലി, നീ ഏത് ചെയ്ത തെറ്റിനാണ് തല്ലി എന്നുള്ളത് പേരന്റ് പറഞ്ഞു കൊടുക്കണ പോലെ സ്കൂളിലും അങ്ങനെ ചെയ്യുക. അപ്പൊ കുട്ടികൾ സ്വാഭാവിക ശിക്ഷ കൊടുക്കുന്നതും ഒരു നല്ല കാര്യം തന്നെയാണ്. ചിലവരെ ശിക്ഷ കൊടുത്താലേ പഠിക്കൂ. ചില കുട്ടികൾ മിസ്സേ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒരു ശിക്ഷ ഒരു അടിയെങ്കിൽ ചിലപ്പോ അവർ പിന്നെ അത് കുറച്ചുകൂടി ഇതാവായതുണ്ട്. എന്റെ മോനെ ട്യൂഷൻ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോഴത്തേക്ക് അവിടുത്തെ ടീച്ചർ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ചിലപ്പോ അവൻ വിചാരിക്കും ആ ഒരു അടി പേടിച്ച് ചിലപ്പോ അവൻ പോവാറുണ്ട്. അപ്പൊ ഒരു വാക്കിനെക്കാട്ടി ചില സമയത്ത് ശിക്ഷയൊക്കെ കൂടുതൽ നന്നാവാറുണ്ട്. എന്റെ മോന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മ്യൂട്ടാണ് മിസ്സേ, മ്യൂട്ട് കേൾക്കുന്നില്ല. മ്യൂട്ടാണ് മിസ്സേ, മ്യൂട്ട് മ്യൂട്ടാണ്. പണിഷ്മെന്റ് കൊടുക്കുമ്പോ കേൾക്കാമോ? പണിഷ്മെന്റ് കൊടുക്കുമ്പോ കുട്ടികൾ പെട്ടെന്ന് ഡിസിപ്ലിൻ പഠിക്കുമോ? ആണോ? അങ്ങനെയാണോ? ഇല്ല മിസ്സേ, അങ്ങനെ പറയാൻ പറ്റില്ല. പണിഷ്മെന്റ് കൊടുത്തത് കൊണ്ട് മാത്രം പഠിക്കില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ടും ഡിസിപ്ലിൻ പഠിക്കുക. എന്റെ മോൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോനാ. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപാട് ഇവിടെ അറബിക്കിന്റെ സബ്ജക്റ്റിൽ ഉസ്താദ് ഇവന്റെ ഒരു പഠിച്ച് കളിക്കല, ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലാ. LKG UKG മോണ്ടിസോറി അവിടെ. ഇപ്പൊ മോണ്ടിസോറി ആയതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാ. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തുമ്പോൾ ഇവർക്ക് നേരെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി സിലബസ് ഒക്കെ. അപ്പൊ ഈ ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവനിങ്ങനെ പഠിച്ച് കളിച്ചിട്ട് പറയുന്ന പോലെ കേൾക്കായിട്ട് ഉസ്താദ് നുള്ളി. അപ്പൊ നല്ല കളിയായിട്ട് വീട്ടിൽ വന്ന. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, ഞാനതങ്ങനെ കാര്യമായിട്ട് ഞാൻ ഇവന്റെ കളി എനിക്ക് അറിയാമല്ലോ. അപ്പൊ വേറെ കുട്ടീനെ വിളിച്ചു. അപ്പൊ വേറെ കുട്ടി പറഞ്ഞു ഉസ്താദിനെ ദേഷ്യം പിടിച്ചിട്ട് ഇവനെ പിടിച്ച് തള്ളിയിട്ട് എല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, എന്റെ മോനോട് ഞാൻ പറഞ്ഞു, ഞങ്ങളെ കളിക്കരുത്, നിങ്ങൾ എല്ലാവർക്കും പറയുന്നില്ലേ, വെറുതെ ഉസ്താദിന്റെ അടി കിട്ടേണ്ട, അടങ്ങിയിരിക്കുന്നില്ല. ഓനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ഉസ്താദിനെ കുറ്റപ്പെടുത്താണ്ട് കാര്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഉസ്താദിനെ വിളിച്ചിട്ട് പറയും എന്നോട് പട് കരഞ്ഞു പോയിന്. കാരണം 1ാം ക്ലാസ് പഠിക്കുന്ന മോനല്ല. അപ്പൊ ഇവന്റെ കളി കൊണ്ട് ഇവനെ ശരിക്കും അറിഞ്ഞൂടെ ഉസ്താദിനെ. പക്ഷെ അങ്ങനെയുള്ള പണിഷ്മെന്റ് നമുക്ക് പേരൻസിനും എല്ലാത്ത വിഷമാവുകയും ചെയ്യും. എനിക്ക് ഞാൻ വേറെ പ്രിൻസിപ്പാളിനോട് വേറെ ടീച്ചേഴ്സിനോട് പറഞ്ഞു. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണോ പണിഷ്മെന്റ് കൊടുക്കുമ്പോഴാണോ പെട്ടെന്ന് ഡിസിപ്ലിൻ പഠിക്കുന്നത്? ഏതിലാണ് എഫക്ട് കൂടുതൽ? പറഞ്ഞു കൊടുക്കുമ്പോൾ. പറഞ്ഞു കൊടുക്കുമ്പോഴോ? നല്ല അടി കൊടുക്കണം, എന്നിട്ട് കാര്യമായിട്ട് പറയണം, മനസ്സിലാവും. കാര്യമായിട്ട് പറയുന്നതിന്റെ കൂട്ടത്തിലും പടി ഉണ്ടാവില്ലേ? അതെ, ആദ്യം നല്ല അടി കൊടുക്കും, എന്നിട്ട് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും, അപ്പൊ മനസ്സിലാവും. അടിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. എല്ലാത്തിനും അടിച്ചു കഴിഞ്ഞാലും കുട്ടികള് ഇതാക്കില്ല. എല്ലാ കാര്യത്തിനും നമ്മൾ അടിക്കാൻ നിന്നാലും കുട്ടികൾ അത് അനുസരിക്കൂല.
കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞു കൊടുക്കാറ്. കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞു പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർ ഒക്കെ ഒരു ചൂരലും കൊണ്ട് വരും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളില് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ചൂരലും കൊണ്ട് വരും. അത് കാണുമ്പോഴേ നമുക്ക് പേടിയാണ്. ഇപ്പോഴത്തെ നിയമപ്രകാരം കുട്ടികൾക്ക് ഒരു വടി പോലും എടുത്താൽ ടീച്ചേഴ്സിന് കംപ്ലൈന്റ്, ഒന്നല്ലെങ്കിൽ പേരൻസ് കംപ്ലൈന്റ് കൊണ്ടുവരും, അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും കംപ്ലൈന്റ് കൊണ്ടുവരും കുട്ടികളെ വടി എടുത്ത് അടിച്ചാൽ. പക്ഷെ പേടിയില്ലാണ്ടായി, പിള്ളേർക്ക് പേടിയില്ലാണ്ടായി. കാരണം എന്ത് ചെയ്താലും തല്ലില്ല. കംപ്ലൈന്റ് നേരിട്ട് പോയിട്ട് ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം ടീച്ചേഴ്സിനെതിരെ. അവർക്ക് പേടിയില്ലാണ്ടേ. പക്ഷെ പണ്ടത്തെ കാലത്തുള്ള പിള്ളേർക്ക് നല്ല പേടിയാണ്. ഹെഡ് മാസ്റ്റർ അവിടുന്ന് കണ്ടു അന്നത്തെ കാലഘട്ടത്തില് ചുരല് കണ്ടോളാം. എല്ലാരും ഉണ്ടല്ലോ. എന്ത് സ്റ്റക്കായോ? മിസ്സിന്റെ അവിടെ എന്താ നമ്മുടെ പ്രശ്നം? ബഹളം കാരണം സ്റ്റക്കായി എന്തോ. ചന്തയെക്കാട്ടി ബഹളാണ് തോന്നുന്നു. എല്ലാരും അടിപൊളിയാട്ടാ. എല്ലാരും പിന്നെ നമ്മളെ സ്കൂളിൽ തന്നെ അല്ല, നമ്മളെ വീട്ടിൽ തന്നെ നമ്മള് കുട്ടികളെ എത്ര കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് നമ്മളൊരു വടിയെടുത്ത് കൈമ പിടിച്ചു നോക്കിയ കുഞ്ഞു മക്കളെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വടിയെടുത്ത് കൈമ പിടിച്ചെടുത്ത് അവർക്ക് പേടിയാ. അത് ശരിയാ, അവരെ അടിക്കാൻ പാടില്ല, പക്ഷെ പേടിപ്പിക്കണം. അതെ, ഒരു വടി കയ്യിലുണ്ടായാൽ തന്നെ അവര് ആ അടി കിട്ടും, വടീനെ കൊണ്ട് അടി കിട്ടും, അവർക്ക് പേടിയാ. കൈ കൊണ്ട് എത്ര വേണമെങ്കിൽ അവര് വാങ്ങിക്കിട്ടും. എന്റെ മോനെല്ലാം പഠിക്കുന്ന സ്കൂളിലില്ലേ, ടീച്ചേഴ്സ് ഹെഡ് മാഷ് എപ്പോഴും അവിടെ ഗേറ്റിന്റെ അടുത്ത് പോയിട്ട് നിൽക്കണം. 10ാം ക്ലാസ്സിലത്തെ കുട്ടികളെ ഓടിക്കാൻ വേണ്ടിട്ട് അവരവിടെ ഗേറ്റിന്റെ മുമ്പിൽ പോയിട്ട് നിൽക്കും. വടിയെടുത്ത് അങ്ങോട്ട് പോകുന്ന കാണുമ്പോ തിരിച്ചു പോകും. മിസ്സിന് അങ്ങോട്ട് മാറി കഴിയുമ്പോ അതുപോലെ അവിടെ പോയി നിൽക്കും. അതാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അടിക്കാൻ പറ്റൂലല്ലോ, അടിക്കാൻ പറ്റൂലല്ലോ. അല്ല, അവരെ കയ്യിൽ വടി ഉണ്ടെങ്കിൽ, പോലീസുകാരുടെ കയ്യിൽ വടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും പേടിയാ. വെറുതെ പോലീസ് നിൽക്കുന്നെങ്കിൽ പേടിയില്ല. അല്ല, നമ്മക്കല്ലേ പേടി പോലീസിനൊക്കെ. ഇപ്പത്തെ പിള്ളേർക്ക് പേടിയുണ്ടോ? ഇപ്പത്തെ പിള്ളേർക്ക് പോലീസിനെയും പേടിയില്ല, ടീച്ചേഴ്സിനെയും പേടിയില്ല. ഇപ്പോഴൊക്കെ ഒരു ടീച്ചർ തല്ല് വിളിക്കുക ചെയ്ത അതാ വരുന്നു 4 മണി ആവുമ്പോൾ പേരൻസിനെയും കൂട്ടിട്ട് വരും. പിന്നെ മതിയാവും പേരൻസിന്. അടി കിട്ടുണ്ട്. എന്റെ മോളുടെ ഗ്രൂപ്പിലില്ലേ, എന്റെ മോളുടെ ഗ്രൂപ്പിലേ ഇല്ല, മാമിന്റെ എന്തോ ഇഷ്യൂ ആണ്. എന്റെ മോളുടെ സ്കൂൾ ഗ്രൂപ്പിലില്ലേ ഈ ഒരു കാർഡ് ഇട്ട് കൊടുക്കും, മലയാളം വായിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാർഡ് ഇട്ട് കൊടുക്കും. അത് എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഒരു കുട്ടി ഇതുപോലെ പറഞ്ഞില്ല, ഇങ്ങനെ കാർഡ് മലയാളം എഴുതാ അത്രയ്ക്ക് ആ കുട്ടിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ടീച്ചർ ഇത് ഗ്രൂപ്പിലിട്ടു, ഹോൾ ഗ്രൂപ്പിൽ, അതായത് സ്കൂൾ ഗ്രൂപ്പിൽ, ക്ലാസ് ഗ്രൂപ്പിൽ 4C എന്നുള്ളതിന്റെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടു. അന്ന് വൈകിട്ട് 4:10 ആകുമ്പോഴേക്കും ഈ കുട്ടീന്റെ പേരന്റ് വന്നു. ആദ്യം ടീച്ചറിനെ വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഈ കുട്ടീന്റെ പേര്. ഇന്ന് അവർക്ക് മോശമായി, കാരണം ആ കുട്ടിക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്നത് ടീച്ചർ ഇട്ടത് കാരണം അവർക്ക് ഒരു മോശമായിട്ട് ഈ കുട്ടീന്റെ അമ്മയും അച്ഛനും ആ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാൻ വരുമ്പോ ടീച്ചറിനെ പേഴ്സണലായിട്ട് കാണാൻ വേണ്ടി പോയി. അവർ തമ്മിൽ എന്തോ തർക്കം ഉണ്ടായി. എന്നിട്ട് ഈ കുട്ടീന്റെ അച്ഛൻ ആ ടീച്ചറിനെ തല്ലാൻ കയ്യോങ്ങി. അത് ടീച്ചർ ഇതേപോലെ PTA മീറ്റിങ്ങിന് പറയാണ്. കാരണം ഈ ടീച്ചർ ആ കുട്ടിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ ഇടാൻ പാടില്ലായിരുന്നു. ഗ്രൂപ്പത്തെ അത്രയും ആൾക്കാർ ആ മെസ്സേജ് കണ്ടില്ല. ടീച്ചർ ഒരു കുട്ടീന്റെ പേരല്ല ഇട്ടത്, ഏകദേശം ഒരു 10 പിള്ളേരുടെ പേരിട്ടുണ്ട്. എന്നിട്ട് ഈ കുട്ടീന്റെ അച്ഛൻ ആ ടീച്ചറിനെ ഈ ടീച്ചർക്ക് കരാട്ടെ അറിയണ കാര്യം കൂടി ടീച്ചർ കൈ തടുത്തതത്രേ. ഞങ്ങളടുത്ത് പറയേ PTA മീറ്റിങ്ങിന് പോയപ്പോ കാർഡ് എന്താ ടീച്ചറെ ഇനി ഇടാഞ്ഞത് ഞങ്ങൾ ചോദിച്ചപ്പോ അതിന് മറുപടി ആയിട്ട് ടീച്ചർ പറഞ്ഞതാ. അപ്പൊ അങ്ങനെ അത്രയ്ക്ക്, കാരണം ഒന്നും തൊടാനും പോലും, ഒരു പേര് പോലും, ഒരു അനാവശ്യമായിട്ടൊരു പേര് പോലും കുട്ടികളെ കുത്തിരിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളുള്ള ടീച്ചർമാരുള്ള സ്ഥലത്ത് ഷൈമ ഇനി മോണ്ടിസോറി TTC പഠിച്ചൊരു ടീച്ചറായിട്ട് വേണം, ഒരു മാതൃകാ ടീച്ചറായിട്ട് മാറണം, മാതൃകാ അധ്യാപികയായിട്ട് മാറണം. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഞാൻ അതല്ല പറഞ്ഞു, ഒരു ടീച്ചർ അല്ല, ഇപ്പൊ മൊത്തം സ്കൂളിനെ മൊത്തം ടീച്ചറിനെ അല്ലല്ലോ നമ്മൾ ആക്ഷേപിക്കുന്നത്. ഒരു എവിടെയെങ്കിലും ഒരാള് കാണും ഇതുപോലെ, അത് മതിയല്ലോ. ഒരാള് കാണും, മതിയല്ലോ, അത്രയല്ലേ വേണ്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ കാര്യവും എവിടെയെങ്കിലും ഒരാള് മോശപ്പെട്ടതുണ്ടാവും. മാതൃക അധ്യാപികയായിട്ട് മാറണം അവിടെ, നല്ലൊരു മാതൃക അധ്യാപികയായിട്ട്. പിന്നല്ലാണ്ട് നമ്മളല്ലെങ്കിൽ മാതൃക അധ്യാപിക തന്നെയല്ലേ. ഈ പിഞ്ചു പിള്ളേരുടെ നമ്മൾ എന്ത് കേട്ടാനാ പോണു? മിസ് ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്യാൻ നമ്മള് ചർച്ച ചെയ്തോട്ടെ കൊണ്ട് മിസ് ഡിബേറ്റ് ഈ ക്ലാസ്സിൽ ഇവിടെ വെച്ച് അവസാനിക്കണേ.
ഓ ഇത് ജസ്റ്റ് ഇതൊക്കെ ഓർത്തിരിക്കാവുന്ന നമ്മളൊന്ന് സീരിയസ് ആക്കില്ലടോ. എന്താണ് പറഞ്ഞത് പോലും ഓർമ്മയില്ല. അങ്ങോട്ട് ഇങ്ങനെ സംവാദം ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ ഒരേപോലെ യോജിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ അതിന്റെ ഒരു രസം. ലാസ്റ്റ് ഇതിപ്പോ മിക്കവാറും മനഃപൂർവ്വമല്ലേ? ആയിരിക്കും. ഡിസിപ്ലിനില് സ്കൂളും ഫാമിലി രണ്ടും പങ്കുവഹിക്കുന്നു. ഇതായിരിക്കും കൺക്ലൂഷൻ. യെസ്, അങ്ങനെ തന്നെയാണ്. രണ്ടും ഉണ്ട്. ഒരു പരിധി വരെ ഫാമിലിയും അത് കഴിഞ്ഞ് സ്കൂളും. സ്കൂളിലാണ് കൂടുതൽ സമയം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത്. അത് വേറൊരു കാര്യം. ഓക്കെ, നമ്മുടെ കാലഘട്ടം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പഠിക്കുന്നത് എന്തായാലും വീട്ടിൽ നിന്ന് തന്നെയല്ലേ. ഞാനൊരു കാര്യം ശരിയാ. ചോദിച്ചോട്ടെ, നമ്മളൊക്കെ പിന്നെ സ്കൂളിൽ നമ്മള് പോയിട്ട് സ്കൂളിൽ നിന്ന് നമ്മളൊക്കെ ശരിയാക്കാൻ ഡിസിപ്ലിൻ പറ്റാത്ത പഠിച്ചിട്ടുണ്ടോ? കാര്യം വീട്ടിൽ നിന്ന് ശരിയാക്കാൻ പറ്റാത്ത കാര്യം സ്കൂളിൽ നിന്നാ ശരിയാക്കാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. നമ്മള് പക്ഷെ വീട്ടിൽ നിന്നല്ലേ തുടക്കം കുറിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ തുടക്കം എല്ലാ വീടും ഒരുപോലെയല്ലല്ലോ. തുടക്കം എന്ത് ചില വീട്ടിൽ എല്ലാ മോശമാണെങ്കിൽ ഒരുപോലെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോ ഒരു 2 വയസ്സുള്ള കുട്ടി 2 വയസ്സാവാതെ കണ്ട് നമ്മൾ കൊണ്ടുവിടൂലല്ലോ പക്ഷെ 2 എന്തായാലും. വയസ്സിൽ തന്നെ കുട്ടികൾ അങ്ങനെ എല്ലാം പഠിക്കണം എന്നില്ലല്ലോ. അല്ല, അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ പഠിക്കുമല്ലോ. മനസ്സിലായിട്ടുണ്ടല്ലേ. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമല്ലോ എന്തായാലും. ഇപ്പൊ ആ. ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ലേ പക്ഷെ അവർ മനസ്സിലാക്കും. അതിൽ 2 വയസ്സിൽ എല്ലാ കുട്ടികളും ടോയ്ലറ്റ് യൂസ് ചെയ്യണം എന്നില്ലല്ലോ. ഒരു കാര്യം റീജ് ചോദിക്കട്ടെ, നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ട് ചോദിക്കാം. എന്ത് ഡിസിപ്ലിനൊക്കെ പഠിച്ചേക്കുന്നത് നമ്മുടെ ആ, കാലഘട്ടത്തില്? നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിൽ പോയിട്ടല്ല എല്ലാം പഠിക്കുന്നത്. വീട്ടിൽ മഹാകുരുത്തം കെട്ടതായിട്ടല്ലേ വളർന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടില്ല ഡിസിപ്ലിൻ ആയിട്ട്. അല്ല, ഇപ്പോഴത്തെ ഞാൻ കാലഘട്ടത്തിൽ സ്കൂളിലാ പഠിച്ചത്. കാരണം എനിക്ക് ചെറുതിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് നല്ല ഓർമ്മയാണ്. ഒരു മിനിറ്റ് പറയണ കേക്കടേ. മിസ് പോയെന്ന് തോന്നുന്നു. ക്ലാസ് കഴിയാറായി. ആരെങ്കിലും ഒരാൾ ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്യും. ഇപ്പൊ ഇനി നമുക്ക് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ അവസാനിപ്പിക്കാം. എന്തിനാണ് ഡിബേറ്റ്? ആരെങ്കിലും ഒരാൾ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്ലാസ് കഴിയാറായി. മിസ് പോയെന്ന് തോന്നുന്നു. പ്രശ്നമൊന്നും ആൻസി പറ, അവസാനിപ്പിക്ക്. ഞാൻ കഴിഞ്ഞല്ലോ. അതാണ്, അതായത് സ്കൂളും ഫാമിലിയും രണ്ടും ഒരുപോലെ കുട്ടികളുടെ ഡിസിപ്ലിനിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതാണ്. ഇല്ലടാ, സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഫാമിലി ഉള്ളൂ. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെയല്ലേ കുട്ടികൾ. പിന്നെ കുട്ടികൾ അങ്ങനെ നോക്കുന്നത് സ്കൂളിൽ നിന്ന് അല്ല, തന്നെ. മിസ് പറഞ്ഞ ഫാമിലിയേക്കാളും ഒരു കുറച്ച് കൂടുതൽ സ്കൂളാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ മാം. അങ്ങനെ പറഞ്ഞു. എന്നാലും രണ്ടും പങ്കുവഹിക്കുന്നു. ശകലം ഫാമിലി വെച്ച് ചെയ്യേണ്ടതെല്ലാം ഫാമിലിയും നോക്കണം, സ്കൂളിൽ പോയിട്ട് നോക്കേണ്ടത് പക്ഷെ പണ്ട് ടീച്ചേഴ്സും നോക്കണം. വീട്ടിൽ നിന്ന് പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് വീട്ടിൽ നിന്ന് ഡിസിപ്ലിൻ പഠിച്ച ആൾക്കാരെല്ലാം പല വഴിയിൽ മോശപ്പെട്ട രീതിയിൽ വളർന്ന സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളിൽ അത് കുറവല്ലേ. ഇപ്പൊ എന്താ പറയാ, ഡിസിപ്ലിൻ എന്നല്ല പറയാൻ പറ്റുക. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇത് ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ. പണ്ടൊക്കെ പിന്നെ പഠിച്ചില്ലെങ്കിൽ, ഇത്ര മാർക്ക് മേടിച്ചില്ലെങ്കിൽ വീട്ടിനകത്ത് കയറ്റൂല, രാത്രി പുറത്ത് നിർത്തിക്കും. അങ്ങനെയൊക്കെ എന്റെ കൂടെ പഠിച്ച കുട്ടിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാത്രി പുറത്ത് നിർത്തിക്കും. അത് പേടിച്ചിട്ട് നല്ല മാർക്ക് മേടിക്കും എല്ലാത്തിനും. പിന്നെ ആരും കൂട്ടുകൂടൂല അങ്ങനെ അധികം. എവിടെയെങ്കിലും നമ്മളിപ്പോ കടയിലൊക്കെ പോയി മിഠായിയൊക്കെ മേടിക്കാൻ പോകൂലേ, അതുപോലെ പോകില്ല. 10 മാർക്ക് 12-28 സൈൻ ഔട്ട് പറഞ്ഞോളൂ. മിസ്സിന് വരുമുണ്ടോ? ഇല്ലായിരിക്കും. 30 ആവട്ടെ. ഇനി വരൂല. സൈൻ ഔട്ട് പറയുക ആരെങ്കിലും. പാട്ട് പാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. റീജു പാട്ട് പാടുക. ഇന്നത്തെ ഡിബേറ്റ് വളരെയധികം നല്ലതായിരുന്നു. രണ്ട് ഭാഗത്തു നിന്നും, രണ്ട് സൈഡിൽ നിന്നും എല്ലാവരും ശക്തമായിട്ട് അവരവരുടെ വ്യൂ പോയിന്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഡിബേറ്റ് വളരെ മനോഹരമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കൺക്ലൂഷനോടുകൂടി ഫാമിലിയും സ്കൂളും, അതായത് ഒരു ശകലം പ്രയോറിറ്റി സ്കൂളിന് കൊടുക്കാം. രണ്ടും കുട്ടികളുടെ ഡിസിപ്ലിനിൽ വളരെയധികം നല്ല അധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. താങ്ക് യു. അപ്പൊ ബൈ ബൈ. താങ്ക് യു. ബൈ. താങ്ക് Thank you. Bye. See you again. Bye. ഓക്കെ, സി യു.